മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടുനോക്കൂ. ആവശ്യമായ കള്ളവോട്ടിടാൻ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടും. കാരണം അതിവിടെ നല്ല ശതമാനം സ്ത്രീകൾ മുഖം മറച്ചുകൊണ്ടാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. ആ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി വ്യാപകമായ കള്ളവോട്ടുകൾ ചെയ്യാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് ലീഗ് നടത്തുന്നത്. നിങ്ങൾ കേട്ടില്ലേ? വ്യക്തമായിട്ട് കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ട് പറയുന്നു, അവിടെ വലിയ രീതിയിൽ സ്ത്രീകൾ മുഖം മറച്ചുകൊണ്ട് വോട്ട് ചെയ്യാറുണ്ട്. ഇത് പരമാവധി മുതലെടുത്ത് UDF കള്ളവോട്ട് ചെയ്യാറുണ്ട്. ഇതിലെന്തെങ്കിലും വർഗീയത നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ബോധമുള്ള ഒരു മനുഷ്യൻ ഇതൊരു വർഗീയതയാണെന്ന് പറയാൻ സാധിക്കില്ല, ഒരു തരത്തിലുമില്ല. എന്നാൽ UDF സ്ഥാനാർത്ഥി ഇലക്ഷന്റെ തൊട്ടു മുമ്പ് നടന്ന വിഷയങ്ങളത്. UDF സ്ഥാനാർത്ഥി രംഗത്തെത്തിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇത് വർഗീയതോ എന്ന് പറഞ്ഞിട്ട് AKM അഷ്റഫ് എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥി എത്രത്തോളമാണ് വോട്ടെടുപ്പിന്റെ തൊട്ടു മുമ്പേ ആയിട്ട് പച്ച വർഗീയത പറഞ്ഞത് എന്ന് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം. പിന്നെ കെ സുരേന്ദ്രൻ പറഞ്ഞത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് മുസ്ലിം സ്ത്രീകൾ രംഗത്തെത്തിയിട്ട് വോട്ടെടുപ്പിന്റെ അന്നത്തെ ദിവസം പറഞ്ഞതും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. ഏതായാലും കെ സുരേന്ദ്രൻ എടുത്ത് എണ്ണി പറഞ്ഞിട്ടുള്ളത് മംഗൽപാടി പഞ്ചായത്തിൽ 74, 75, 77, 78, 114, 116, 80, 81, 85, 89, 90, 98, കുമ്പള പഞ്ചായത്ത് 181, 182, 179, 183, ഇങ്ങനെ ഓർക്കാടി പഞ്ചായത്ത്, ഇങ്ങനെ 3 പഞ്ചായത്തിന്റെ പേരെടുത്തു പറഞ്ഞ് UDF അപ്രമാദിത്യമുള്ള സ്ഥലങ്ങളില് വലിയ രീതിയിൽ കള്ളവോട്ട് നടക്കുമെന്ന് കൃത്യമായിട്ട് സാധ്യതയുണ്ട് എന്ന് കൃത്യമായിട്ട് ബൂത്തെണ്ണി പറഞ്ഞു. LDF BJPക്കും സാധ്യത കുറവുള്ള ഈ സ്ഥലങ്ങൾ ഒക്കെ തന്നെ വോട്ടെടുപ്പിന് മുമ്പേ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം മറ്റൊന്നല്ല, ഗൾഫിൽ നിന്ന് എത്താൻ സാധ്യതയില്ലാത്ത വോട്ടുകൾ മുഖം മറച്ചുകൊണ്ട് തന്ത്രപരമായിട്ട് വോട്ട് ചെയ്യും എന്നുള്ളതൊക്കെ സാമാന്യ ബോധം അനുസരിച്ച് UDF മുൻകാല ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിച്ചത് മാത്രമാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ ഇതിനെതിരെ ഇത് വർഗീയതോ എന്ന് പറഞ്ഞ് AKM അഷ്റഫ് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് എന്ന് നിങ്ങൾ നോട്ടു. ന്യൂനപക്ഷ സമുദായങ്ങൾ 80%, 85% ഒക്കെയുള്ള ഞങ്ങളുടെ ബൂത്തുകളാണ്. സങ്കടം അദ്ദേഹം പരാമർശിച്ചത് ഞങ്ങളൊക്കെ കള്ളവോട്ട് ചെയ്യുന്ന ആളുകളാണ്, ഞങ്ങളൊക്കെ വ്യാജരേഖകൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. നിങ്ങൾ കേട്ടില്ലേ? തന്ത്രപരമായിട്ടാണ് AKM അഷ്റഫ് ഒക്കെ പച്ച വർഗീയത അവിടെ വിളമ്പുന്നത്. വോട്ടെടുപ്പിന്റെ മുമ്പ് വിളിച്ചു പറഞ്ഞതാ 80-85% ന്യൂനപക്ഷങ്ങൾ ഇന്ന സമുദായത്തിലുള്ള ആളുകളുള്ള സ്ഥലമാണ് എന്നാ പച്ചക്ക് പറയുന്നത്. അപ്പൊ അത് മനഃപൂർവ്വം പറയാണ് കള്ളവോട്ട് ചെയ്യുന്നത്. ഒരു പ്രത്യേക തരത്തിൽ പച്ച വർഗീയതയല്ലത്. സുരേന്ദ്രൻ UDF ഭൂരിപക്ഷ ഭൂരിപക്ഷ വലിയ രീതിയിൽ വോട്ടുള്ള സ്ഥലത്ത് ഗൾഫിൽ നിന്നൊക്കെ എത്താൻ സാധിക്കാത്ത ആളുകളെ ഇവര് കള്ളവോട്ട് ചെയ്യിപ്പിക്കും പല രീതിയിൽ എന്ന് പറഞ്ഞതിന് തന്ത്രപരമായിട്ട് വോട്ടെടുപ്പിന് മുമ്പ് പറഞ്ഞിട്ട് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷം ഉള്ളിടത്തെ അപമാനിച്ചു കള്ളവോട്ട്, അത് പറയുക. അടുത്തത് നിങ്ങളോട്ട് നോക്കൂ. അദ്ദേഹം ഇന്ന് വീണ്ടും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിനിടയിൽ കള്ള വോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. ഇവിടെ കുറേ സ്ത്രീകൾ കള്ളവോട്ട് ചെയ്യുന്നുണ്ട്. ഏത് സ്ത്രീകൾ? മുഖം മറച്ച് പോകുന്ന സ്ത്രീകൾ എന്ന് വെച്ച മുസ്ലിം സ്ത്രീകളെ കുറിച്ചാണ് പരാമർശിച്ചത്. കെ സുരേന്ദ്രൻ നന്നായിട്ട് കേരളീയർക്ക് അറിയാം. BJP സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോ നിങ്ങൾ കേട്ടില്ലേ? മുസ്ലിം സ്ത്രീകളെ പറഞ്ഞു അത് വർഗീയതയാണ്, കെ സുരേന്ദ്രൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാ പറയുന്നത്. മുസ്ലിം സ്ത്രീകളല്ല ഇവിടെ മുഖം മൂടിയിട്ട് നടക്കുന്നത്, മുഖം മറച്ച് നടക്കുന്നത് മുസ്ലിം സ്ത്രീകളാ. അത് പറയുന്നതിൽ എന്താ തെറ്റ്? അതല്ലേ യാഥാർത്ഥ്യം. ഇവിടെ മുഖം മറച്ച് നടക്കുന്നത് വേറെ ആരുണ്ടോ? അത് ഏത് മതത്തിലൊരു നിർബന്ധമില്ലാത്ത കാര്യമാണ്. ഒരു മുസൽമാൻ എന്ന നിലക്ക്, എനിക്ക് ഒരു വിശ്വാസി എന്ന നിലക്ക് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, മുഖം മറയ്ക്കുക എന്നുള്ളത് ഈ പറയുന്ന മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല. എന്നിട്ട് അത് വെച്ച് ഒരു മഹത്തായ ജനാധിപത്യത്തെ പോലെ UDF അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല രീതിയിൽ കള്ളവോട്ടൊക്കെ ശ്രമിച്ചു, പല രീതിയിൽ. അത് എന്നിട്ട് അത് ആരെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ അത് വർഗീയതയൊന്നും, അതും എവിടെയും അതൊന്നും ഈ പറയുന്ന കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. ഇനി ഓരോ ആളുകളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? മുഖം മറച്ചുകൊണ്ട് ഇത് ഈ വോട്ടെടുപ്പിന് മുമ്പ് പറഞ്ഞ വിഷയത്തിലെ വോട്ടെടുപ്പിന്റെ അന്നത്തെ ദിവസം എത്ര സ്ഥലങ്ങളില് കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ നടന്നു? എത്ര സ്ഥലങ്ങളില് കെ സുരേന്ദ്രനാ പറഞ്ഞത്? മുസ്ലിം സ്ത്രീകൾ രംഗത്തെത്തി പറഞ്ഞിട്ടില്ലേ? ഞാൻ അത്തരത്തിലുള്ളൊരു വീഡിയോ ഇവിടെ കൊടുക്കാം, നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. വ്യക്തമായിട്ട് ഓരോ ആളുകളും കേൾക്കേണ്ടതാ. ഒരു സ്ത്രീ രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് അങ്ങ് പറയാണ്, ഞങ്ങളെ വോട്ട് മറ്റുള്ളവർ ചെയ്തു. നിങ്ങൾ കേട്ടു.
ഇങ്ങനെ തിരിച്ചു വിട്ടത്. കന്നി ഓട്ടം ആദ്യത്തെ ഓട്ടമായിരുന്നു. അവർക്കറിയില്ലാന്ന് അവര് പറയണ സാറ് മുഖംമൂടി ഇട്ടോണ്ട് വന്നതാണെന്ന് പറയണ്. ആരോ ഓൾറെഡി വന്ന് വോട്ട് ചെയ്തു പോയതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം ഓഫീസറിനോട് സംസാരിച്ചു. അപ്പൊ ടെൻഡർ വോട്ട് ചെയ്ത് നിങ്ങൾ അവിടെ കേട്ടില്ലേ മുസ്ലിം സ്ത്രീ രംഗത്തെത്തിയിട്ട് പറയുന്നത് തന്റെ മകളുടെ വോട്ട് മുഖം മൂടിയിട്ട് ആള് ചെയ്തു പോയിന്ന്. ഇത് കേരളത്തിൽ നടക്കുന്നൊരു യാഥാർത്ഥ്യ. അത് പറയുന്നതാണോ വർഗീയത? അത് ഇല്ലാതാക്കാനാണോ സകലരും ഒരുമിച്ച് കൂട്ടിയിട്ട് ചെയ്യേണ്ടത്? എന്നാൽ അതുപോലും AK അഷ്റഫ് എത്തിയിട്ട് എന്തൊക്കെ രീതിയിലാ തനിക്ക് അനുകൂലമാക്കാൻ സകല സമുദായ വോട്ടും തന്റെ പട്ടിയിലേക്ക് വികാൻ വേണ്ടിയിട്ട് പച്ച വർഗീയതയല്ലേ ഇയാള് വോട്ടെടുപ്പിന്റെ തൊട്ടു മുമ്പ് പോലും വിളിച്ചു പറയാൻ ശ്രമിച്ച്. ഇത് മാത്രമാണ്. മറ്റൊരു ഉദാഹരണം വെക്കാം. ഇതൊന്നല്ല, കേരളത്തിൽ നിരവധി വിഷയങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടില്ലേ? അടുത്ത് നിങ്ങൾ നോട്ട് നോക്കൂ. വളരെ വ്യക്തമായിട്ട് കേരളത്തിൽ ഉടനീളം ഇത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം, ഞാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ വോട്ട് ആരോ ചെയ്തു പോയി, ഞാൻ വോട്ട് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ വന്നിട്ടില്ലല്ലോ, പിന്നെ എന്താ വോട്ട് ചെയ്ത്? അതേ ഇതാണ് എൻ്റെ കാർഡെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നേരത്തെ വന്നത് പാസ്പോർട്ടിൽ വന്ന് ചെയ്ത് പോയില്ലേ, ഉമ്മ വന്ന് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് ഉമ്മ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം മോള് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ പോയതെന്ന് പറഞ്ഞു. അപ്പം ജാസ്മിൻ K അല്ലേ ചെയ്തെന്ന് പിന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വോട്ട് ചെയ്തു. നിങ്ങൾ കേട്ടില്ലേ മുസ്ലിം സ്ത്രീയാ പറയുന്നത് വോട്ട് ആരോ ചെയ്തു പോയിന്ന്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റ് എന്ന് പറയുന്നത് കേട്ടോക്കൂ. സംഭവം ജാസ്മിൻ K എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 365 ക്രമ നമ്പറിലുള്ള വ്യക്തി വന്നു. അവർ മാസ്ക് വെച്ചിരുന്നു, തട്ട ഇട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് മാറ്റണമെന്ന് പറഞ്ഞ് പ്രിസൈഡിങ് ഓഫീസർ അത് മാറ്റാൻ പറഞ്ഞു. മാറ്റി കണ്ടു. പക്ഷേ അവരെ നമ്മളാരും അറിയാത്തവരാണ്. അവർ വാടക താമസിക്കുന്ന. നിങ്ങൾ കേട്ടില്ലേ മുതട്ട വിട്ട് മുഖം മറച്ച് തന്നെ വന്നത് കോൺഗ്രസിന്റെ ഒരു ബൂത്ത് ഏജന്റാ പറയുന്നത് കള്ള വോട്ട് ചെയ്തു പോയി എന്ന്. ഗൾഫിൽ 1-2 വർഷമൊക്കെ നിൽക്കുന്ന ആളുകള് ഈ മുഖം മറച്ച രീതിയിൽ വന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരാളെ മുഖം അങ്ങ് മാറ്റുമ്പോഴേക്കങ്ങ് മനസ്സിലാവോ? എന്നിട്ട് പെട്ടെന്ന് അങ്ങ് ആത്യം ചെയ്താല് നമുക്കൊരു യാഥാർത്ഥ്യല്ലേ? ഇതൊരു K സുരേന്ദ്രൻ പറയുന്ന ഒരു കാര്യമൊന്നല്ല. ഇത് കേരളത്തിൽ സാമാന്യ ബോധമുള്ള എല്ലാ ആളുകളും പറയുന്നുണ്ട്. പക്ഷെ K സുരേന്ദ്രൻ ഒരു എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അത് പൊക്കിപ്പിടിച്ചു വർഗീയത എന്ന് പറഞ്ഞ് യഥാർത്ഥ പച്ച വർഗീയത AK അഷ്റഫ് ഒക്കെ ഈ പറയുന്ന മണ്ഡലത്തിൽ ഉടനീളം ചെയ്തിട്ടുണ്ട്. ഉടനീളം ഇത് ഒറിജിനൽ അല്ലേ? ഇതിന്റെ സമുദായത്തിനെതിരെ എന്നെ സമുദായ വോട്ട് കൂട്ടിപ്പിടിക്കാൻ മുസ്ലിം ലീഗ് എന്തൊക്കെ ഈ മുസ്ലിം ലീഗിന് മതേതരത്വം പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? ഒരു മതപാർട്ടിയല്ലേ? മതത്തിന്റെ പേരിൽ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി. ഇവരൊക്കെ എന്ത് കോപ്പിലെ മതേതരത്തെ കുറിച്ചാണ് പറയുന്നത്? പ്രത്യേകിച്ച് AK അഷ്റഫ് SDPI മതേതരത്വ പാർട്ടിയാണെന്ന് ബോധവും വിവരമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുമോ? എന്നാൽ AK അഷ്റഫ് പറഞ്ഞിട്ടുണ്ട്. വലിയ മതേതര പാർട്ടിയാണ്. ഇയാൾ സമുദായത്തിന്റെ അട്ടിപ്പേറങ്ങ് അവകാശം എടുക്കാൻ നടക്കുക. ഈ അഷ്റഫെ ആകല വോട്ട് പിടിക്കുക. SDPI മതേതരത്ത എന്ത് ചോദിച്ചാലും മതേതരത്ത എന്നാ പറയുന്നത്. മറ്റൊരു ലാസ്റ്റ് ഒരു ഭാഗം കൂടി അങ്ങ് കൊടുക്കുക. കാര്യം പറയുന്നത് ഇലക്ഷനിൽ മഞ്ചേശ്വരത്തെ ജനങ്ങൾ ഞങ്ങളാരും കള്ള വോട്ട് ചെയ്തിട്ടല്ല സുരേന്ദ്രൻ തോൽപ്പിച്ചത്. ഞങ്ങളുടെ യഥാർത്ഥ വോട്ട് ചെയ്തിട്ടാണ് സുരേന്ദ്രൻ തോൽപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മതേതര മഞ്ചേശ്വരം വീണ്ടും ആ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് 4-ാം തീയതി വിധി പോകും. ഉളുപ്പില്ല അഷ്റഫേ, ഉളുപ്പില്ലേ? മനുഷ്യനായ കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ? എന്ത് മാന്യമായ രീതിയിലാ ഏത് തവണയാ മുസ്ലിം ലീഗ് ഈ പറയുന്ന കാസർഗോഡ് വിജയിച്ചിട്ടുള്ളത്? അപരനെ വെച്ചിട്ട് മറ്റൊരു സുരേന്ദ്രൻ എന്ന പേരുള്ള മറ്റൊരു പേര് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ 2016 തന്നെ സുരേന്ദ്രൻ ജയിക്കില്ലായിരുന്നു. എത്ര മുമ്പേ ജയിക്കായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഷ്റഫ് ജയിച്ചതിൽ പോലും ഒരു അപരനെ നിർത്തിയിട്ട് 100-400 വോട്ട് അങ്ങ് പിടിച്ചിട്ടില്ലേ? അതുകൊണ്ടല്ലേ അവിടെ പരാജയം സുരേന്ദ്രന് ഉണ്ടായിട്ടുള്ളത്. ഈ അപരനെ നിർത്തുക. നമുക്കറിയാലോ, ഓരോരുത്തരെയും കൊണ്ടുവന്ന് പല രീതിയിൽ വോട്ട് ചെയ്യിപ്പിക്കുന്ന നമ്മുടെ നാട്ടില് പേര് മാത്രം നോക്കിയൊക്കെ വരുന്ന ആളുകളുണ്ട്. നമ്മൾ അവരെ ഉൾക്കൊള്ളണം. ഇതെല്ലാവരും വലിയ വിദ്യാഭ്യാസവും വലിയ വിവരമുണ്ട് അതൊന്നുമല്ല. നമ്മൾ എല്ലാവരെയും കൂട്ടിപ്പിടിക്കണം. എന്നിട്ട് മഹത്തായ ജനാധിപത്യം വളരെ വലിയ രീതിയിൽ ഉയർത്തിപ്പിടിക്കണം. മുസ്ലിം ലീഗിന് ഈ ജനാധിപത്യ ബോധമൊക്കെ പറയാൻ സാധിക്കുമോ? ബോധമുള്ളവർ പുച്ഛിച്ച് തള്ളൂലേ? സുരേന്ദ്രന്റെ പേരിൽ തന്നെ മറ്റൊരുത്തരെ നിർത്തിയിട്ട് 2016 നിർത്തിയിട്ടില്ലേ? 2021 നിർത്തിയിട്ടില്ലേ? ഇത്തവണ നിർത്തിയിട്ടില്ലേ? എന്നിട്ട് ഇവരാണോ വലിയ കോപ്പില് വലിയ മതേതരത്വവും ജനാധിപത്യവും? ഇവർക്ക് മതേതരത്വം പറയാൻ എന്തെങ്കിലും അതുണ്ടോ? ഒരു മതത്തിന്റെ പേരിട്ട് നടക്കുന്ന പാർട്ടിക്ക്
SCPI മതേതരത്വം എന്ന് പറയുന്ന അഷ്റഫിന് മതേതരത്തെ കുറിച്ച് പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? എന്ത് കേട്ടാലും സമുദായത്തിനെതിരെ എന്ന് ചാടി വീണ് പറയുന്ന അഷ്റഫിന് മതേതരത്വം പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? ഇവൻ ഈ മതപാർട്ടി വോട്ട് കിട്ടാൻ തന്നെയാ ഈ ഇങ്ങനെ പറയുന്നില്ല നടക്കുന്നത്. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയാം. ഈ അഷ്റഫൊക്കെ അവിടെ ജയിക്കുകയാണെങ്കിൽ വോട്ട് പിടിച്ച് തന്നെ അയക്കുന്നത്. അതേസമയം ഇവിടെ ഈ റിസൾട്ട് വരുമ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞുതരാ. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് വലിയ ഭൂരിപക്ഷത്തിൽ അങ്ങ് ജയിക്കൂ, ഒരു തർക്കവും വേണ്ട. അവിടെ ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ തവണയൊക്കെ വിജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ സുരേന്ദ്രൻ അവിടെ ജയിക്കൂ. അന്ന് മലയാളികൾ ഒന്നടങ്കം പറയോ പച്ചവർഗീയത ഉയർത്തിപ്പിടിച്ച UDF മഞ്ചേശ്വരത്ത് 8 നിലയിൽ പൊട്ടി എന്ന്.